പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ഈ നല്ല രാത്രികാലം വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്ത് ആദിയോടന്തം നാം പരിശോധിച്ച് പഠിച്ചാൽ സർവശക്തനായ ദൈവം താൻ ഉരുവാക്കിയ മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന നന്മയും മനുഷ്യനെ കരുതുന്ന വിധങ്ങളും അവൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വിപത്തുക്കളും അതിൽ നിന്നുള്ള വീണ്ടെടുപ്പും ഓർമ്മിപ്പിച്ചുണർത്തുന്ന 66 പുസ്തകത്തിനകത്ത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ: ദൈവം സൃഷ്ടിച്ച മാനവരാശിയുടെ വീണ്ടെടുപ്പ്. അതിന് മറുവിലയായി സ്വർഗ്ഗലോകം വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് മാതൃക കാണിച്ച് സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്വന്തം ജീവനെ ഭൂതലത്തിൽ മനുഷ്യരുടെ മുമ്പിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 കാരുണ്യപാണികളാൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിൻ്റെയും എൻ്റെയും പാപത്തെ വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോയ നമ്മുടെ യേശു കർത്താവിൻ്റെ മഹത്വത്തിനായി നാം ഇവിടെ കടന്നു വന്ന് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ച് മടങ്ങുവാനായിരിക്കുമ്പോൾ ഈ രാത്രികാലം എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും, അതുപോലെ എൻ്റെ പിന്നിൽ ഇരിക്കുന്ന കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന അഭിഷക്തന്മാരും, അതുപോലെ തന്നെ എന്നെ ഈ മീറ്റിങ്ങിനായി എൻ്റെ ടീമിനെ ക്ഷമിച്ച ഈ സഭയുടെ അഭിഷക്തനും, കടന്നു വന്ന കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ മീഡിയയിലൂടെ ലോകം മുഴുവനും ഞങ്ങളെയും നിങ്ങളെയും എന്നെയും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി തയ്യാറെടുത്തു വന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കും, എന്നോടുകൂടെ ചേർന്ന് പാടുന്ന എൻ്റെ കുഞ്ഞുമക്കൾക്കും, എന്നെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ഈ ദേശത്തും ലോകത്തുള്ള സകല സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 4 മുതൽ താഴോട്ട് ചില വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 4 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ വായിച്ചോ. ഞാനോ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാരം ചെയ്യണമെങ്കിൽ ഞാൻ അവനെ നിന്റെ കരത്തിൽ തരികയാ. ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ, നിന്നെയും എന്നെ രക്ഷിക്കാൻ വന്ന യേശു കർത്താവിനെ ക്രൂശിക്കായെന്ന് ദേശത്തെ സകല ജനങ്ങളും ഒരുമിച്ച് ആർത്ത് ഘോഷിച്ച് വിളിച്ചു പറയുമ്പോൾ അത് കേട്ട് നടുങ്ങിയ പീലാത്തോസ് പറയാ, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. അത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. തലേ രാത്രിയിൽ പീലാത്തോസിൻ്റെ ഭാര്യയോട് സ്വർഗ്ഗത്തിലെ ദൈവം ഇറങ്ങി സംസാരിച്ചു, അവൻ നീതിമാനാ, അവനെ ന്യായം വിധിപ്പാൻ നിന്റെ ഭർത്താവിനോട് പറയല്ലേ. സ്വത്രം കുഞ്ഞെ, മുഖം നോക്കി, സാഹചര്യങ്ങൾ നോക്കി, കുടുംബം നോക്കി, സ്വത്രം വിദ്യാഭ്യാസം നോക്കി, സൗന്ദര്യം നോക്കി,
പണം നോക്കി നമ്മൾ പലരെയും ന്യായം വിധിക്കുന്നവരാ. പക്ഷെ ഈ രാത്രിക്കാലം പറയട്ടെ, നീ മറ്റുള്ളവരെ ന്യായം വിധിച്ചാൽ ആ ന്യായവിധിയുടെ വേദന നീ അനുഭവിക്കാതെ ഈ ലോകത്തു നിന്ന് പോകത്തില്ല കേട്ടോ. കാരണം അനീതിയുടെ കൂലി കൊടുത്ത് നിലം വാങ്ങിച്ച് അതിൽ പാർക്കുവാൻ, നിന്നെ പാർപ്പിക്കുവാൻ ശ്രമിക്കുന്നവനല്ല നീയും ഞാനും. ആരാധിക്കുന്ന കർത്താവ് നീതിയുടെ നിലത്തിൽ നീതിയോടെ നടന്ന് നന്മ പ്രവർത്തിച്ച് യേശുവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി നിന്നെയും എന്നെയും ഭൂതലത്തിൽ ആക്കി വെച്ചെങ്കിൽ ഇന്ന് രാത്രികാലം നീതിമാനായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആര് കർത്താവ് എന്ന് വിളിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ കണ്ണുനീര് മാറും, അവരുടെ ജീവിതത്തിൽ വേദനകൾ മാറും, അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ മാറും, അവരുടെ ജീവിതത്തിൽ സമൂഹത്തിൽ അവർ ഉയർത്തപ്പെടും. നോക്ക്, പീലാത്തോസ് താൻ പറയുകയാണ്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ലോകം നോക്കിയപ്പോൾ അവൻ ചെയ്തതെല്ലാം കുറ്റമായിട്ടാ കണ്ടത്. സ്വത്രം. കുഞ്ഞെ, നിന്റെ പുറം കണ്ണുകൊണ്ട് നിന്റെ അയൽവാസിയെ നോക്കിയാൽ അവൻ്റെ കുറവേ നീ കാണത്തുള്ളൂ. സ്വത്രം. നിന്റെ കൂടപ്പറപ്പിനെ നോക്കിയാൽ അവനിലും കുറവേ നീ കാണത്തുള്ളൂ. പക്ഷെ നിന്റെ അകത്തെ കണ്ണുകൊണ്ട് നീ ഒന്ന് നോക്കണം, അവൻ നീയായി ഒന്ന് കാണണം. അങ്ങനെ ഒന്ന് കണ്ടാലുണ്ടല്ലോ അവൻ്റെ വേദന നിന്റെ വേദനയാകും. സ്വത്രം. അവൻ്റെ ഇല്ലായ്മകൾ നിന്റെ ഇല്ലായ്മയാകും, നിന്റെ കഷ്ടങ്ങൾ അവൻ്റെ കഷ്ടമായി മാറും. അവൻ പറയും, മോനെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വത്രം. ഇന്ന് രാത്രിക്കാലം പറയട്ടെ, കരയുന്നവനോട് കരഞ്ഞവനാ എൻ്റെ കർത്താവ്, സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിച്ചവനാ എൻ്റെ കർത്താവ്. വേദനയോടെ തെരുവിലിരുന്ന് ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്നവർ അവൻ്റെ വാ പൊത്തിയിട്ട് മിണ്ടാതിരിയടാന്ന് പറഞ്ഞപ്പോൾ യേശു കർത്താവ് വായി പൊത്തിയവരെ തട്ടി മാറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. യേശു അവനെ തൊട്ടു, അവൻ്റെ ബാധ അവനെ വിട്ടുപോയി, അവൻ്റെ രോഗം അവനെ വിട്ടുപോയി, അവൻ്റെ ശാപം അവനെ വിട്ടുപോയി. സ്വത്രം. നോക്ക്, ഈ ഒരു അത്ഭുതം കണ്ടവർ, കേട്ടവർ, അറിഞ്ഞവർ പലരും പരസ്പരം പറഞ്ഞ് ഇവൻ ബേൽസബൂലിനെ കൊണ്ടാ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്. സ്വത്രം. ഇവനെ നമുക്ക് വേണ്ട, ഇവനെ ഒതുക്കണം, ഇവനെ തകർക്കണം, ഇവനെ ഈ ദേശത്ത് നിർത്താൻ പാടില്ല. ഹെരോദ രാജാവ് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരുത്തൻ. സ്വത്രം. ദേശത്ത് മുഴുവനും നീതി പ്രസംഗിക്കുന്നു, അവൻ്റെ പിന്നാലെ ജനമെല്ലാം കൂടുന്നു. എൻ്റെ നന്മ പോയി, എൻ്റെ പിന്നിലുള്ള ആൾക്കാരെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ദേശത്തവനെ പ്രസംഗിക്കാൻ സമ്മതിക്കരുത്. തൻ്റെ കൂടെയുണ്ടായിരുന്ന ചേകവരോട് പറഞ്ഞ് പോയി അവനോട് പറ, ഈ ദേശത്ത് ഇനി സ്വർഗീയ പിതാവിൻ്റെ നാമം ഉച്ചരിക്കരുതെന്ന് പറ. സ്വത്രം. യേശു കർത്താവ് ചിരിച്ചോണ്ട് പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെയും സ്വത്രം എൻ്റെ പിതാവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ചെടുക്കണമെന്ന് ഞാൻ ഇവിടെയുണ്ട്. സ്വത്രം. കുഞ്ഞെ, നീ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ ആശ്രയിച്ച് ചെയ്യുവാൻ തയ്യാറായാൽ നിന്റെ നേരെ ഒരുത്തനും നിവർന്നു നിൽക്കത്തില്ല. നിന്റെ മക്കളുടെ നേരെ ഒരുത്തനും നിവർന്നു നിൽക്കത്തില്ല. ആരെങ്കിലും നിവർന്നു നിന്ന് നിന്നെ ഒതുക്കാൻ ശ്രമിച്ചല്ലോ, സ്വർഗം അവരെ ഒതുക്കും. സ്വത്രം. എൻ്റെ കർത്താവ് കണ്ണുനീര് കണ്ടാൽ മറികടന്ന് പോകുന്നവനല്ല. സ്വത്രം. നോക്ക്, ഹെരോദാവ് വിറച്ചുപോയി. ഇന്നുവരെയും എന്നോടൊരു ഒറ്റ വ്യക്തി മറുത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഇവൻ ആർ. സ്വത്രം. ഒരാൾ പറഞ്ഞ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ ക്രിസ്തു വന്ന് അവൻ പറയുന്നത് ഞാൻ കേട്ടെന്ന്. സ്വത്രം. സ്വത്രം. അടുത്തവനോട് ചോദിച്ചു, ഇവൻ പറഞ്ഞത് സത്യമാണോ? അതെ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ന്യായത്തെ മറിച്ച്, സ്വത്രം, അന്യായത്തെ തടഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ മഹത്വമായി വന്ന ഇവനെ ഈ ദേശത്ത് പാർപ്പിച്ചാൽ എൻ്റെ പ്രജകളും എൻ്റെ രാജ്യവും എനിക്ക് നഷ്ടപ്പെടും. ഹെരോദാവ് ആവുന്നിടത്തോളം യേശുവിനെ തർജ്ജനം ചെയ്യാൻ ശ്രമിച്ചു.
പക്ഷെ യേശുവോ പകലുള്ളിടത്തോളം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ തികച്ചെടുക്കേണ്ടതിന് പട്ടണങ്ങൾ തോറും കടന്നുപോയി. സ്വത്രം സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ചു. കൂടെ നിന്നവരും കൂട്ടുവന്നവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ സ്വത്രം പത്രോസിനോടും യോഹന്നാനോടും ശീമോനോടുമൊക്കെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പത്രോസേ, നിങ്ങൾ എന്തിന് ആശ്ചര്യപ്പെടുന്നു? ഈ ശക്തി എൻ്റെ സ്വന്തമല്ല, എൻ്റെ പിതാവിൻ്റെ ദാനമാ. ഇത് നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തോട് ചോദിക്കണം. സ്വത്രം നോക്ക്, അവർ അന്ന് മുതൽ മീൻ പിടിക്കുന്ന ജോലി വിട്ടേച്ച് യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായി. ചെന്നടുത്തൊക്കെ നറ്റം വെച്ച് കിടന്നവന് അംഗീകാരം ലഭിച്ചു. സ്വത്രം യേശുവിൻ്റെ കൂടെ പോയതുകൊണ്ട് പട്ടിണി കിടക്കേണ്ടി വന്നില്ല. സ്വത്രം യേശുവിൻ്റെ കൂടെ പോയതുകൊണ്ട് വഴി കിടക്കേണ്ടി വന്നില്ല. യേശുവിൻ്റെ കൂടെ പോയതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ ആഹാരം ഇരക്കാൻ ഇട വന്നില്ല. സ്വത്രം ഇന്ന് രാത്രിക്കാലം പറയട്ടെ, എൻ്റെ യേശുവിനെ അനുഗമിപ്പാൻ നീ തയ്യാറായാൽ, നിന്റെ കുടുംബം തയ്യാറായാൽ, നിന്റെ കുഞ്ഞുങ്ങളെ തയ്യാറായാൽ, കുഞ്ഞ് ഈ രാത്രിക്കാലം പരിശുദ്ധാത്മാവിൽ നിന്നോട് പറയുക, നീ ആഹാരം ഇരക്കുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. നീ വസ്ത്രം ചോദിച്ച് നടക്കുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. നിന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് ആരോടും യാചിപ്പാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക്, നിന്റെ കൂട്ടാളിക്കും തലമുറയ്ക്കും തന്നു നിറച്ച് നിന്റെ നാവിലൂടെ ജീവിക്കുന്നൊരു ദൈവത്തെ കണ്ട നാൾ മുതൽ അവൻ എനിക്ക് നല്ലവനായിരുന്നു പറയിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രികാലം നീ ഞാനും ആരാധിക്കുന്നത്. നീ വില കൊടുത്താൽ കിട്ടാത്ത പരിശുദ്ധാത്മ ശക്തി സൗജന്യമായി നിനക്ക് തന്നെങ്കിൽ ആ ആത്മാവിൽ നീ ദൈവസന്നിധി പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് രാത്രികാലം നീ ആഗ്രഹിക്കുന്ന അത്ഭുതം നിന്നിലും നിന്റെ കുടുംബത്തിൽ നിന്ന് തലമുറയിൽ വെളിപ്പെടുത്തുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. Praise the Lord. Praise the Lord. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. സ്വത്രം ഈ ചേട്ടന്മാരെല്ലാം കൂടെ എങ്ങനെ യേശുവിനെ ഒതുക്കണം എന്ന് പറഞ്ഞ് കൂട്ടം കൂടി. സ്വത്രം ന്യായശാസ്ത്രിമാർ, പുരോഹിതന്മാർ, പ്രമാണിമാർ, ദേശത്തെ നാട്ടുകാർ, സകല കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകങ്ങളും എല്ലാം കൂടി. സ്വത്രം എന്തിനാ കൂടിയെന്നറിയാമോ? സ്വത്രം അവരുടെ കള്ളത്തരങ്ങളെയും അവരുടെ കൊള്ളത്തരങ്ങളെയും വെട്ടിത്തുറന്ന് ഉച്ചത്തിൽ പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കരുത്, പാപം ചെയ്യരുത്. അന്യൻ്റെ മുതലിനെ ആഗ്രഹിക്കരുത്. വിശക്കുന്നവന് ആഹാരം കൊടുക്കണം. സ്വത്രം വസ്ത്രം കീറിപ്പോയാൽ നിന്റെ വസ്ത്രം ഉരിഞ്ഞുകൊടുത്ത് അവനെ ഉടുപ്പിക്കണം. വീണ് കിടന്നാൽ അവനെ താങ്ങിയെടുത്ത് അവന് സഹായം കൊടുക്കണം, അവനെ സഹായിക്കണം. സ്വത്രം യേശു അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. രോഗിയെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്ത്, മുടന്തനെ നടത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് സ്വത്രം ശിഷ്യന്മാർ കൂടെ നിൽക്കുക. അപ്പം ചിലരുടെയൊക്കെ ഉള്ളിൽ ഒരു ചിന്ത, ഇവൻ എന്താണ് ഇങ്ങനെ നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്യുന്നത്? ഇവനിൽ എന്തോ ഒരത്ഭുത സിദ്ധിയുണ്ട്. സ്വത്രം അത് സംശയദൃഷ്ടിയോടെ കൂടെയുണ്ടായിരുന്ന തൻ്റെ ശിഷ്യന്മാർ ആരാഞ്ഞപ്പോൾ സ്വത്രം അപ്പുറത്തും ഇപ്പുറത്തു നിന്ന ന്യായശാസ്ത്രിമാരും അതുപോലെ തന്നെ ന്യായപ്രമാണിമാരും പുരോഹിതന്മാരും സ്വത്രം അവനെ എങ്ങനെ വാക്കിൽ കൊടുക്കണമെന്ന് ചിന്തിച്ച് തന്ത്രം മെനഞ്ഞുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നടന്നു. ഇന്ന് രാത്രിക്കാലം പറയട്ടെ, നീ ദൈവത്തെ സ്തുതിക്കുന്നത് പിശാച് കണ്ടുകൊണ്ടിരിക്കുക, നീ ദൈവത്തെ ആരാധിക്കുന്നത് പിശാച് കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുന്നത്, നിന്റെ വീട്ടിൽ തീ പുകയുന്നത്, നിന്റെ മക്കൾ നല്ല വസ്ത്രമുടുക്കുന്നത്, നീ നല്ല വാഹനത്തിൽ പോകുന്നത്, നീ നല്ല ജോലിക്ക് സ്ഥാനത്തിരിക്കുന്നത് ഒക്കെ പിശാച് കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ നാവിൽ നിന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വന്നതല്ല, ദൈവം എന്നെ ഇവിടത്തോളം കൊണ്ടുവന്നതാ, അതുകൊണ്ട് ജീവനുള്ള കാലം മുഴുവനും ഈ ദൈവത്തിന് മഹത്വമായി ഞാൻ ജീവിക്കുമെന്ന് പലരോടും അവൻ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് പിശാച് വെളിയിൽ നിന്ന് നീ ഇറങ്ങി വാടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സ്വത്രം അവൻ വെളിയിൽ നിൽക്കുമ്പോൾ സർവ്വ
സർവശക്തനായ ദൈവം പറയുക, ശീമോനെ ശീമോനെ, ഗോതമ്പ് പോലെ നിന്നെ പാറ്റേണ്ടതിന് പിശാചിനോട് അനുവാദം ചോദിച്ചു. കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കുന്നതിന് ഞാൻ നിന്നെ എൻ്റെ ഉള്ളംകരത്തിൽ വഹിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ കുഞ്ഞെ, നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ കൂട്ടാളിയും ഈ ലോകത്തിലെ പിശാച് തകർത്ത് കളയാതെ നിർത്തിയത് സ്വർഗത്തിലെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഓ, നിന്റെ പണത്തിന്റെ കൂടുതലുകളല്ല, നിന്റെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിന്റെ മെച്ചപ്പെട്ട സാഹചര്യം കൊണ്ടല്ല, നിന്റെ പണത്തിൽ നീ അനുഭവിക്കേണ്ടി വന്ന സന്തോഷം കൊണ്ടല്ല, പിന്നെയോ സർവശക്തനായ ദൈവത്തിന്റെ കരുണയും കൃപയുമാ. മറന്നു പോകല്ലേ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തം മാറത്തില്ല. അവൻ്റെ വചനത്തിൽ നീ വിശ്വസിച്ചാലുണ്ടല്ലോ, നീ അഭിവൃദ്ധി പ്രാപിക്കും, നീ നന്മ കാണും. പണ്ടൊരു അപ്പച്ചൻ ഒരു രാത്രിക്കാലം ഇങ്ങനെ പാടി, സ്വത്രം, എൻ്റെ കിറുവസ്ത്രം എന്നു മാറും, എൻ്റെ വെള്ളവസ്ത്രം എന്നു കിട്ടും, എൻ്റെ ചെറ്റപ്പൂര എന്നു മാറും, എൻ്റെ അക്കരെ വീട്ടിൽ ഞാൻ എന്നു ചേരും. ഗബ്രിയേലേ മിഖായേലേ, എൻ്റെ പ്രിയനിങ്ങോട്ടെപ്പോൾ വരും. പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ചങ്ക് തകർന്നവനായി കീറ്റപ്പായിലിരുന്നു കൊണ്ട് തറയിരുന്ന ആകാശത്തിൽ നോക്കിയാൽ ഓലക്കിരയിലൂടെ നക്ഷത്രാദികളെ കണ്ടുകൊണ്ട് കണ്ണുനീരോടെ പാടി അപ്പച്ചൻ്റെ പാട്ട് ഓലക്കിറുകൾക്ക് തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല. ആ അന്തരീക്ഷത്തിന് തടഞ്ഞു വെക്കാൻ കഴിയില്ല. ആ പാട്ട് ഉയരത്തിലെത്തി. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ പാട്ട് ഉയർന്നത് ഹൃദയത്തിനകത്ത് നിന്ന, ആ സ്തുതി ഉയർന്നത് ഹൃദയത്തിനകത്ത് നിന്ന, ആ ആരാധന ഉയർന്നത് ഹൃദയത്തിനകത്ത് നിന്ന്. മറ്റാരെ സന്തോഷിപ്പിക്കാനല്ല അവൻ പാടിയത്, മറ്റുള്ളവർ മുമ്പിൽ പേരെടുക്കാനല്ല അവൻ പാടിയത്, മറ്റുള്ളവർ മുമ്പിൽ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് കാണിക്കാനല്ല പാടിയത്. തന്റെ വേദന അകത്ത് വന്നപ്പോൾ അവൻ അറിയാതെ ഉള്ളം നൊന്ത് പാടിയ പാട്ട് സ്വർഗം കേട്ടു. അങ്ങനെങ്കിൽ ഈ രാത്രിക്കാലം ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ ചിന്തകൾ, നിന്റെ വിചാരങ്ങൾ, നിന്റെ നിരൂപണങ്ങൾ അത് ഗ്രഹിക്കുന്നവൻ നിന്റെ ആഗ്രഹം അറിഞ്ഞ് നിനക്ക് പ്രതിഫലം തരാൻ ഇവിടെ വന്നിട്ടുണ്ട്. സ്വത്രം, നിന്റെ ആഗ്രഹം അറിഞ്ഞ് നിനക്ക് പ്രതിഫലം തരുവാൻ ഇവിടെ വന്നിട്ടുണ്ട്. സ്വത്രം, നോക്ക്, ശിഷ്യന്മാർ സ്വത്രം അത്ഭുതം കൂറിയപ്പോൾ യേശു പറഞ്ഞതാ സ്വത്രം. അങ്ങനെങ്കിൽ ശിഷ്യന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തു. സ്വത്രം, എന്താണെന്നറിയാമോ മക്കളെ? ഇങ്ങ് വന്നേ. സ്വത്രം, നിങ്ങൾ ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നതെന്ത്? സ്വത്രം, യേശു ആരെയും തള്ളിക്കളഞ്ഞില്ല. യേശുവിനറിയാം പത്രോസിൻ്റെ സ്വഭാവം, യേശുവിനറിയാം യോഹന്നാൻ്റെ സ്വഭാവം, യേശുവിനറിയാം അന്ത്രയോസിൻ്റെ സ്വഭാവം, യേശുവിനറിയാം യൂദയുടെ സ്വഭാവം, നിന്റെ സ്വഭാവം, എൻ്റെ സ്വഭാവം, നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം സർവശക്തനായ യേശുവിനറിയാം. അവനൊന്നും മറവല്ല. വചനം പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ടാകാരമാകുന്നതിന് മുമ്പേ നിന്നെ ഞാൻ കണ്ടവനാ. നീ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ നിന്നെ പേർ ചൊല്ലി വിളിച്ചവനാ. നിന്റെ തലയിലെ ഒരു മുടിനാര് കൊഴിയുന്നുവെങ്കിൽ അതിനെ എണ്ണി തിട്ടപ്പെടുത്തിയ ഞാൻ അറിയാതെ സംഭവിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം സകല ചിന്താകുലങ്ങളെയും വിട്ടുകളഞ്ഞിട്ട് നിന്റെ ഹൃദയം യേശുവിനെ സന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നീ കാണുക തന്നെ ചെയ്യും. കുഞ്ഞെ, ഈ രാത്രികാലം നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ലഭിക്കണമെന്ന് നീ പറഞ്ഞാൽ സ്വർഗം തരുവാൻ മതിയാവന. എത്ര കാലപ്പഴക്കം ചെന്ന രോഗമാകട്ടെ, എത്ര വലിയ കടഭാരമാകട്ടെ, എത്ര വലിയ നിന്ദയാകട്ടെ, അതിനെ എടുത്തു മാറ്റുവാൻ എൻ്റെ യേശു മതിയായവന. ഇന്ന് രാത്രികാലം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആ വിശ്വാസിയാകല്ലേ കുഞ്ഞെ. നീ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ വിശ്വാസത്തോടെ ആരാധിക്കണം. അവരെ ഇവരെ നോക്കി ആരാധിക്കരുത്. അവര് പറഞ്ഞത് ഇവര് പറഞ്ഞതും കേട്ട് ആരാധിക്കരുത്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് ദൈവത്തെ ആരാധിക്കണം. Praise the Lord. Praise the Lord. നോക്ക്, തൻ്റെ ശിഷ്യന്മാരും യേശു ചെയ്യുന്ന ശുശ്രൂഷ ചെയ്തപ്പോൾ പിശാചളവി. സ്വത്രം, ഇനി പിശാചിന് നിലനിൽപ്പില്ല എന്ന് കണ്ടിട്ട് സകലരെയും വിളിച്ചുകൂട്ടി പിലാത്തോസിൻ്റെ കൽത്തളത്തിൽ കൊണ്ടുപോയി സ്വത്രം വാറുകൊണ്ട് അടുപ്പിച്ച്
തലയിൽ ഒരു വലിയ മുൾക്കിരീടവും വെച്ച് ചകള നോക്കി അടിച്ചിട്ട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയെങ്കിൽ നിന്നെ അടിച്ചവൻ ആരാന്ന് പറ. സ്വത്രം സ്വത്രം സ്വത്രം. യേശു എന്ത് പറഞ്ഞു? യേശു എന്ത് പറഞ്ഞു? യേശു വല്ലതും പറഞ്ഞോ? അടികൊണ്ട് തുപ്പലേറ്റു. സ്വത്രം 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 സ്വത്രം. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുമേ. പാട്ടുകാരൻ പറയുക, ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഞാനൊരു ഭോഷനായതേ കഴിവില്ലാഞ്ഞിട്ടല്ല, മറുപടി പറയാൻ ചങ്കൂറ്റമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ എല്ലാ ബലവും ക്ഷയിപ്പിച്ച് എന്നെ ഒരു കുഞ്ഞാടാക്കി ഞാൻ എന്നെ യേശുവിൻ്റെ കരത്തിൽ കൊടുത്തത് കൊണ്ടാ. സ്വത്രം. ഞാൻ എന്നെ യേശുവിൻ്റെ കരത്തിൽ കൊടുത്തത് കൊണ്ടാ. അതുകൊണ്ടാ കുഞ്ഞെ നിങ്ങളുടെ മുമ്പിൽ ഉപദേശിമാര് പോഷന്മാരെ പോലെ എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും മിണ്ടാതെ ഇരിക്കുന്നത്. സ്വത്രം സ്വത്രം. നീ മിണ്ടാതെ ഇരുന്നാൽ കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് പ്രവർത്തിച്ചാൽ നിനക്കെതിരെ ഏതെല്ലാം നിലവാരത്തിൽ വാട കോരിയോ അതിൻ്റെ 100 മടങ്ങായി അവന് തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നീ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അത് തക്കവണ്ണം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. സ്വത്രം. നോക്ക്, പിലാത്തോസിൻ്റെ കൽത്തളത്തിൽ യേശു നിൽക്കുമ്പോൾ സ്വത്രം ജനമാർത്ത് പറഞ്ഞു, അല്ലയോ പിലാത്തോസ് രാജാവേ, ഞങ്ങളെല്ലാം സഹിക്കാമായിരുന്നു, ഇവൻ നട്ടാക്കുരുക്കാത്ത ഒരു കള്ളം പറഞ്ഞു. സ്വത്രം. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. നമ്മുടെ പിതാവായ ശലോമോൻ്റെ കാലത്ത് ദാവീദപ്പച്ചൻ പണിഞ്ഞ ശലോമോൻ പണിഞ്ഞ നമ്മുടെ ദാവീദപ്പച്ചൻ്റെ ആഗ്രഹം സാധ്യമാക്കിയ ഈ നമ്മുടെ വലിയ മണിമകുടമായ ഈ യെരൂശലേം ദേവാലയം സ്വത്രം ഇടിക്ക 3 നാൾ കൊണ്ട് ഞാൻ അതിനെ പണിയാമെന്ന് പറഞ്ഞ് ഇത്ര ദുഷ്ടൻ, ഇത്ര ദ്രോഹി, ഇത്ര വഞ്ചകൻ, ഇവൻ നമ്മുടെ ആസ്പത്രി പൂട്ടിച്ചവനാ. സ്വത്രം. ഇവൻ ക്യാൻസർ രോഗത്തിന് സൗഖ്യം കൊടുത്തവനാ. ഒരടക്ക ശുശ്രൂഷ കിട്ടിയാൽ 100 രൂപ കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നപ്പം അതിനുപോലും സമ്മതിക്കാത്ത സ്വത്രം സ്വത്രം. ചുങ്കം പിരിച്ച് എൻ്റെ പോക്കറ്റ് നിറച്ച് പണം കൊണ്ടുവന്ന സക്കായിയെ പോലും മാനസാന്തരപ്പെടുത്തി ഒറ്റ വാക്കിനകത്ത. ഇവനെ വെച്ചിരുന്ന രാജാവൻ നിന്റെ ഭണ്ഡാരത്തിൽ പണം വന്ന് വീഴത്തില്ല. സ്വത്രം. പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനൊരു കാര്യം പറയും, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. സ്വത്രം. അങ്ങനെയാണെങ്കിൽ പണത്തിനു വേണ്ടി കുഞ്ഞ് നീ ഓടുന്ന ഓട്ടത്തിൽ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോണം കേട്ടോ. ദൈവം നിനക്ക് തരാൻ തുടങ്ങിയാണല്ലോ, ആർക്കും എന്നെ തടുക്കാൻ കഴിയത്തില്ല. സ്വർഗീയ ഭണ്ഡാരം തുറന്ന് നിന്റെ കലവറ നിറച്ചു തരുവാൻ എൻ്റെ യേശു മതിയായവനാ. നിന്റെ പേഴ്സ് നിറച്ചു തരുവാൻ യേശു മതിയായവനാ. സ്വത്രം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട നന്മ കൊടുക്കുവാൻ യേശു മതിയായവനാ. അതുകൊണ്ട് കളിപ്പിച്ചും വെട്ടിച്ചും തട്ടിച്ചും നീ ഉണ്ടാക്കുന്ന പണമുണ്ടല്ലോ, അത് നിനക്ക് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകത്തില്ല. അതുകൊണ്ട് നിന്റെ കുറവുകളെ സക്കായി ഏറ്റു പറഞ്ഞതുപോലെ ഇന്ന് രാത്രിക്കാലം സർവശക്തൻ പറഞ്ഞു നോക്ക്, നിന്റെ പേഴ്സ് നിറയും കേട്ടോ. 28 ആവർത്തനം 28-ന്റെ 1 പെട്ടെന്ന് വായിക്കാമോ? സ്വത്രം. ആവർത്തന പുസ്തകം 28. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ സകല ജാതികൾക്കും മീതെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നടന്നാൽ നീ താഴ്ചയിലാകുമെന്നല്ല പറഞ്ഞത്, ഉന്നതനാകും. സ്വത്രം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അത് പ്രകാരം ദൈവത്തെ നോക്കി യാത്ര
യാത്ര ചെയ്താൽ സ്വത്രം നീ ഉന്നതനായി മാറും, താഴ്ച പ്രാപിക്കയില്ല. യേശുവിനെ അനുഗമിച്ച ഒരു പിതാവും മാതാവും അവർ ദൈവത്തിന് സന്നിധി കൊടുത്ത വില തൻ്റെ മക്കൾക്കൊരു അനുഗ്രഹമായി വന്നിട്ടുള്ളൂ, അത് ശാപമായി വന്നിട്ടില്ല. ഇന്ന് രാത്രികാലം നിന്റെ തലമുറയോർത്ത് നീ കരയുന്നെങ്കിൽ കുഞ്ഞെ, മാതാവേ, പിതാവേ, ഇന്ന് രാത്രികാലം നിന്റെ ഭാരം യേശുവിന്മേൽ വെക്ക്. അപ്പ മക്കളെ തന്നത് നീയാ, കൂട്ടാളിയെ തന്നത് നീയാ. അങ്ങനെങ്കിൽ എൻ്റെ സകല വേദനകൾക്ക് പരിഹാരം തരുവാനും അങ്ങക്ക് കഴിയുമെന്ന് പറഞ്ഞ് നിന്നെ മുറ്റുമൊന്ന് ഏൽപ്പിച്ച് താഴ്ത്തിക്കൊടു നോക്ക്. അവൻ്റെ ബലമുള്ള കയ്യിൽ നിന്നെ അവൻ ഉയർത്തും. യഹൂദന്മാർ ഒരുമിച്ച് പറഞ്ഞു, പള്ളി 3 ദിവസം കൊണ്ട് പൊളിച്ച് പണിയെന്ന് പറഞ്ഞ് ഇവൻ ദൈവദൂഷണം പറഞ്ഞു, അതുകൊണ്ട് അവനെ ക്രൂശിക്കാം. ആർത്ത് സ്വത്രം ആ പട്ടണം മുഴുവനും ആർത്ത് വിളിച്ചു. സ്വത്രം പീലാത്തോസ് മുൻപോട്ട് വന്ന്, ഇതാ നിങ്ങൾ ചോദിച്ചവനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തിയെ തൂക്കി നോക്കരുതേ. സ്വത്രം അവരെ തൂക്കി നോക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന വ്യക്തികളെ നീ കുറ്റം പറയല്ലേ. അവരെ നീതിയോടെ നടത്തുന്ന ഒരു സ്വർഗമുണ്ട്. നീ ന്യായം വിധിക്കുവാൻ നിനക്ക് ആരാ അനുവാദം തന്നത്? നിന്നെ കുറ്റം വിധിക്കുവാൻ ആരാ നിന്നെ ഏൽപ്പിച്ചത്? ദൈവമല്ല കുഞ്ഞെ, പിശാച് നിന്നെ ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ നീ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളായിരിക്കും. സ്വത്രം ക്രൂശിക്കാൻ പറഞ്ഞ ആ ജനത്തിൻ്റെ കരത്തിൽ പീലാത്തോസ് യേശുവിനെ വിട്ടുകൊടുത്തു. ഭയങ്കര ആരവാരവും ഉയർന്നു. തങ്ങൾ ആഗ്രഹിച്ചത് സത്യമായി എന്നുള്ള സന്തോഷമലതല്ലി. സ്വത്രം അവർ യേശുവിനെ തള്ളി ഉന്തി സ്വത്രം റോഡിൽ കൊണ്ടു ചെന്നിട്ട് ഭാരമേറി ഒരു പച്ച പൈൻമര കുരിശ് യേശുവിൻ്റെ തോളിൽ വെച്ച് കൊടുത്തു. സ്വത്രം ആ കുരിശ് ചുമന്നുകൊണ്ട് വീണും എഴുന്നേറ്റും തൊട്ട് അടുത്ത് മരണം നിൽക്കുമ്പോഴും യേശു കർത്താവ് ഭയപ്പെട്ടില്ല, വാങ്ങിയില്ല. നിരാശയോടെ മറ്റാരെയും സഹായിക്കാൻ വിളിച്ചില്ല. തൻ്റെ ഭാരമേറിയ ചുമലിരിക്കുന്ന കുരിശുമായി സ്വത്രം യെരൂശലേമിൻ്റെ തെരുവുകളിലൂടെ നടന്നു പോകുമ്പോൾ സ്വത്രം യേശുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം തിന്നവരും പാനപാത്രത്തിൽ നിന്ന് കുടിച്ചവരും യേശുവിൻ്റെ പിന്നാലെ നടന്ന് അത്ഭുതങ്ങൾ കണ്ടവരും സൗഖ്യം പ്രാപിച്ചവരും സഹോദരിമാർ മാറി നിന്ന് കരയുമ്പോൾ ആണുങ്ങൾ അവിടെ നിന്ന് കുറ്റം പറഞ്ഞു. സ്വത്രം എന്നാൽ സഹോദരിമാരെ നോക്കി യേശു പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. യേശു ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്, ആഴമെന്താണെന്ന് ഒരു ചെറിയ ഒരു കാര്യത്തോടെ ഞാൻ വ്യക്തമാക്കാം. സ്വത്രം നമ്മൾ ചിലർക്കിട്ട് പണിയാറുണ്ട്. സ്വത്രം പാര പണിയാറുണ്ട്. ചിലരെ ഒതുക്കാൻ ശ്രമിക്കാറുണ്ട്. അത് കള്ളമാണ്. ആ പറഞ്ഞത് സത്യമല്ല എന്നറിയുമ്പോൾ പിന്നെ കടന്ന് ഉരുളാൻ തുടങ്ങും. പിന്നെ ജയിക്കണം എന്നുള്ള ഒറ്റ ചിന്തയായിരിക്കും ജീവിതത്തിൽ. അങ്ങനെ അവൻ പറയും, ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ, ഞാൻ പറഞ്ഞു പോയത് തെറ്റാണെങ്കിൽ എനിക്ക് മാത്രമല്ല എൻ്റെ തലമുറയുടെ മേലും ആ ശാപം വന്നോട്ടെ, എങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല. കുഞ്ഞേ, ഞങ്ങളുടെ നാട്ടിൽ പുനലൂര് സ്വത്രം ഇങ്ങനെ തലയെ കവിച്ച് നിലവിളിച്ചുകൊണ്ട് പ്രാകുന്ന സ്വത്രം ഒരുപാട് അമ്മച്ചിമാരെ ഞാൻ കണ്ടു. അപ്പച്ചന്മാരാരെയും പ്രാപത്യം ശപിക്കുന്നുമില്ല, അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വത്രം പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? ഈ അമ്മച്ചി ചെയ്ത പണി നോക്കേ, തൻ്റെ മേളിൽ വരുന്ന ശാപം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേളിൽ വെച്ചു കൊടുത്തു. സ്വത്രം ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ, തെറ്റാണെന്ന് സ്വയം സമ്മതിച്ചാൽ നീ തോറ്റു പോകത്തില്ല. ഒരു പക്ഷെ ആ സമയത്ത് നീ തോറ്റെന്നിരിക്കും, പിന്നത്തേതിൽ ദൈവം നിന്നെ ഉയർത്തി മാനിക്കും. ആ ഉയർച്ച എനിക്ക് ദൈവം തന്നത്. സ്വത്രം ആ ഉയർച്ച ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കറുത്ത
വെട്ടമില്ലാത്ത വിളക്കുവട്ടം ഇന്നും ഈ പുസ്തകം ചുമന്നുകൊണ്ട് നടക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പ്രാസംഗികർ, ഒരുപാട് പാട്ടുകാർ, ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന സഹോദരങ്ങൾ വീണുപോയി. അവരാരും ഈ ശുശ്രൂഷ ഇല്ലാതിരിക്കുമ്പോൾ നിൽക്കുന്നത് എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കരുണയാ. ആ കരുണ എന്നിൽ നിന്ന് എടുത്തു കളയാൻ ഞാൻ ഒരിക്കലും ദൈവത്തെ അനുവദിക്കത്തില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനാ ജീവിക്കും. ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് നിന്ന കേട്ടിട്ടുണ്ട്, ഒരുപാട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, തരം കിട്ടിയവർ കുത്തിയിട്ടുണ്ട്, തരം കിട്ടിയവർ അടിക്കാൻ മറന്നു പോയിട്ടില്ല. പക്ഷെ സഹിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ 2023 ഇവിടെ 2025 ഈ രാത്രിക്കാലം ഇവിടെ നിൽക്കാൻ സർവശക്തൻ ബലം തന്നതാ. എന്നെ പോലെ അനേകർ എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കയിൽ കിടക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഈ ഓരോ കടത്തിനേലും കയറുന്നു. ഒന്ന് കിടന്നുറങ്ങാൻ വീടില്ലാതെ ആദ്യം അടയ്ക്കുന്ന കടത്തിണ്ണ നോക്കി ഓടുന്നു. സ്വത്രം തൻ്റെ കുഞ്ഞുങ്ങളെ ഒരന്തി ഉറക്കാൻ ഇടമില്ലെന്നോർത്ത് നിലവിളിച്ച് കൂടപ്പുറപ്പുകളെ വീട്ടിൽ ചെന്ന് അഭയം തേടുന്നു. ഒരു കാലത്ത് ഞാനും അനുഭവിച്ചവനാ സ്വത്രം. എന്നാൽ ആ അനുഭവങ്ങളെല്ലാം ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ആരും എൻ്റെ കൂടെയില്ല, എൻ്റെ മക്കളെ സഹായിപ്പാൻ ആരുമില്ല, എൻ്റെ കൂട്ടാളിയെ നോക്കുവാൻ ആരുമില്ല, കിടക്കാനൊരു വീടില്ല, ഉടുപ്പാൻ നല്ലൊരു വസ്ത്രമില്ല. മറന്ന് കളയല്ലേ അപ്പാ, മറന്ന് കളയല്ലേ. സ്വർഗം മറന്നില്ല, അപ്പം മറന്നു, അമ്മ മറന്നു, കൂടപ്പറപ്പുകൾ മറന്നു, നാട്ടുകാർ മറന്നു. സ്വത്രം. ആ നാട് വിട്ടപ്പോൾ അവർ പറഞ്ഞ് ഇനി അവൻ്റെ പേര് പോലും ഇവിടെ പറയേണ്ടി വരത്തില്ല. നിന്നെ ഒതുക്കാൻ പിശാച് ആരെയൊക്കെ കൂട്ടുപിടിക്കാമോ അവരെല്ലാം കൂട്ടുപിടിക്കും. നീ തിരിച്ചറിയണം പിശാചിൻ്റെ തന്ത്രം എന്താണെന്ന്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ മേൽ ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാ, നിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ടാ, നീ ദൈവത്തെ ആത്മാർത്ഥതയോടെ സ്തുതിക്കുന്നത് കൊണ്ടാ, നീ ദൈവത്തെ പാടി മഹത്വപ്പെടുന്നത് കൊണ്ടാ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാ. അതുകൊണ്ടാ കുഞ്ഞെ പിശാച് നിന്റെ നേരെ വരുന്നത്. കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് ഓടയിൽ കിടക്കുന്ന നാടിനും വീടിനും കൊള്ളാത്തന ശാപം പേറി സമൂഹത്തിന് തലവതിനായിരിക്കുന്നതിനെ പിശാച് നോക്കത്തില്ല. ദൈവ പൈതലെ, നിന്നെ അവൻ നോക്കും. കാരണം നീ ഉയരുന്നത് അവന് ഇഷ്ടമല്ല. എന്നാൽ ഈ രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, ആര് നിന്നെ ഉയർത്തത്തില്ലെന്ന് പറഞ്ഞാലും നീ ആരാധിക്കുന്ന ദൈവം നിന്നെ ഉയർത്തുമെന്നുള്ള വിശ്വാസത്തോടെ നീ കർത്താവിന് മഹത്വം കൊടുക്ക്. നടന്നുപോയ യേശു ഭാരമേറിയ കുരിശുമായി തറയിൽ തെറിച്ചു വീണു. സ്വത്രം. അപ്പുറത്തും ഇപ്പുറത്തു നിന്നും വിലപിച്ച് കരയുന്ന സഹോദരിമാർ നിർനിമേഷരായി നോക്കി നിന്നു. സ്വത്രം. അപ്പം നിന്നവനും പാനപാത്രത്തിൽ നിന്ന് കുടിച്ചവനും നിന്നോടുകൂടെ ഞാൻ മരിക്കാമെന്ന് പറഞ്ഞവനും നിന്നെ വിട്ട് പിരിയത്തില്ലെന്ന് പറഞ്ഞവനും നിന്നോടുകൂടെ ഞാൻ വരാനും തയ്യാറാന്ന് പറഞ്ഞവനും നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോകത്തില്ലെന്ന് പറഞ്ഞവൻ ആരെയും കണ്ടില്ല. സ്വത്രം. ഇസ്രായേലിലെ ഭടന്മാരുടെ കയ്യിലിരുന്ന ചാട്ടവാറ് ആഞ്ഞാഞ്ഞ് യേശുവിൻ്റെ മുതുകത്ത് വീഴുമ്പോൾ പല പ്രാവശ്യം ആ കുരിശു ചുമന്നുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി. എഴുന്നേൽക്കാൻ കഴിയാതെ ആ ക്രൂശിനടിയിൽ കിടക്കുന്ന യേശുവിനെ ആഞ്ഞാഞ്ഞ് ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നത് ഒരു മനുഷ്യൻ കണ്ടു. അവൻ്റെ പേരാണ് കുറേനക്കാരൻ ശീമോൻ. കുറവുള്ള ശ്രീമോനെന്ന് ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ കുറേനക്കാരൻ ശീമോൻ പറഞ്ഞ കറുത്തവനായ ശീമോൻ. സ്വത്രം എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ളവൻ. സ്വത്രം. ഈ കറുപ്പ് ദൈവം തന്നതാ കേട്ടോ. സ്വത്രം. ഇത് മാറ്റാൻ ഞാൻ വിചാരിച്ചാൽ പറ്റത്തില്ല. ബൈബിൾ പറയുന്നൊരു കാര്യമുണ്ട്, കൂശ്യൻ്റെ തൊലിയുടെ കളറ് നിനക്ക് മാറ്റാമോ? സ്വത്രം. ഞാൻ മാറ്റും, ഫെയർ ആൻഡ് ലെവൽ തേച്ചാൽ മതി. സ്വത്രം. പറഞ്ഞിട്ടിപ്പം ഗൾഫിൽ ഒരു നല്ലൊരു ക്രീം ഇറങ്ങിയിട്ടുണ്ട്, തേച്ചാൽ മതി. സ്വത്രം. പരസ്യവും കാണിക്കും. സ്വത്രം. ഇത് കാണുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങളാണ് അങ്ങ് ചാടി വീഴുക. സ്വത്രം. ആ ക്രീം വാങ്ങാൻ കാശ് കിട്ടിയില്ലെങ്കിൽ സ്വത്രം അപ്പനെയും കൊല്ലും അമ്മയും കൊല്ലും. പേഴ്സിലിരിക്കുന്ന പൈസ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതുപോലുമില്ല, മോട്ടിച്ച് കൊണ്ടുപോയി ക്രീം വാങ്ങിച്ചങ്ങ് തേപ്പ് തുടങ്ങും. ഇത് കണ്ടപ്പം സ്വത്രം ഞാനും തേച്ചു. സ്വത്രം. അതിൻ്റെ കാരണം സ്വത്രം, ഞാനൊരു സ്റ്റേജിൽ പാടിക്കൊണ്ട് നിന്നപ്പം ഇങ്ങനെ ഒരാൾ പറഞ്ഞു വിട്ട്, പിന്നെ
അവൻ വലിയ പാട്ടുകാരനാണെന്നോ അവൻ്റെ ചിന്ത. ആ കറുമ്പൻ, ആ കരിമ്പൂതം, അവനെ നമുക്കറിയത്തില്ലയോ? അവൻ എത്ര പൊങ്ങാന്. പറഞ്ഞവൻ മണ്ണിനടി പോയി കുഞ്ഞേ. കറുമ്പൻ എന്നും വെട്ടത്ത് നിൽക്കുക. സ്വത്രം. ഇനി ഒന്നുകൂടെ പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പാട്ടെഴുതി ആദ്യമായിട്ട്. സ്വത്രം. എൻ്റെ കീബോർഡ് വായിക്കുന്നത് നമ്മുടെ CSI തിരുവനന്തപുരം അതിരൂപതയിലെ ഹാബേൽ അച്ഛൻ്റെ അനിയൻ ഡേവിഡ്സണാണ്. ഞങ്ങളുടെ ആശാരൂപദേശയുടെ ടീമിൽ കീബോർഡ് വായിക്കുന്നത്. അദ്ദേഹം നന്നായി പാടും, നന്നായി ഇൻസ്ട്രുമെൻ്റ് വായിക്കും. സ്വത്രം. ഇന്ന് അദ്ദേഹവും ഭൂമിയുടെ മൂൾപ്പരപ്പില്ല, മണ്ണിനടി പോയി. സ്വത്രം. ഈ നെയ്യാറ്റിൻകര അക്ഷയ കോംപ്ലക്സ് നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? കുറേ കാലങ്ങൾക്ക് മുമ്പ് അതൊരു വലിയ കുന്നുംപുറമായിരുന്നു. പഴയ ആൾക്കാർക്കറിയാം, പുതിയ ആൾക്കാർക്ക് അതറിയത്തില്ല. ആ കുന്നുംപുറം ചപ്പ് കൊണ്ട് മൂടി, വേസ്റ്റ് കൊണ്ട് മൂടിയിട്ടിരുന്ന കുന്നുംപുറത്തെ വേസ്റ്റെല്ലാം പറക്കി മാറ്റിയിട്ട് സ്വത്രം ആശീർവദിച്ച് അവിടെ വലിയ മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗ് നടത്തുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഈ ദേശത്ത്, ഈ പട്ടണത്തിന് നടുവിൽ ഇനി ഒരു മീറ്റിംഗ് നടക്കത്തില്ല. ഈ കുന്ന് ഇവിടുന്ന് മാറിപ്പോകും. ഇവിടെ വലിയ ബിസിനസ് കേന്ദ്രമായി മാറും. സ്വത്രം. സ്വത്രം. ആ അവസാന രാത്രിയിൽ ഞാനൊരു പാട്ട് എഴുതിക്കൊണ്ട് വന്ന് പാടി. യേശുരാജൻ വന്നിടാറായി, കാഹളം വനമേഘ കെട്ടിടാറായി. യേശുരാജൻ വന്നിടാറായി, കാഹളം വനമേഘ കെട്ടിടാറായി. ഇന്നീ ഭൂവിൽ കാൺപതെല്ലാം മാഞ്ഞു പോകുമേ. യേശുരാജൻ വന്നിടാറായി, കാഹളം വനമേഘ കെട്ടിടാറായി. സ്വത്രം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആശാര്യവിശ്രമോൻ രാജൻ, പ്രവാചകനായ രാജനുണ്ട്. അദ്ദേഹം പറഞ്ഞു, പോളി ഇത് നല്ല പാട്ടാണ് കേട്ടോ, ഇത് തന്നെ ഫസ്റ്റ് രണ്ടാമത് പാടണം. ഫസ്റ്റിലൊരു ഗ്രൂപ്പ് സോങ്ങാണ്. സ്വത്രം. ഞാൻ പാടാനായിട്ട് എഴുന്നേറ്റ് ചെന്ന്, അന്ന് ഈ വാക്മാനുള്ള കാലമായി. ഇപ്പോൾ വാക്മാൻ ഉണ്ടോ എന്ന് എനിക്കറിയാം, കാണുമായിരിക്കും. സ്വത്രം. ഇന്ന് അതെല്ലാം പോയി. സ്വത്രം. എനിക്ക് എൻ്റെ പാട്ട് എനിക്കൊന്ന് കേൾക്കണം. എന്നെ ചീത്ത പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് എഴുതി ട്യൂൺ ചെയ്ത പാട്ടുണ്ട്, എനിക്കൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വാക്മാൻ എൻ്റെ പോക്കറ്റിനകത്ത് ഇട്ടിരുന്നു. സ്വത്രം. എന്നിട്ട് ഞാൻ പാടാൻ കയറിപ്പോൾ ഇതൊന്ന് ഓണാക്കി വെച്ചു. എന്നിട്ട് ഞാൻ പാടി. സ്വത്രം. മോനെ അതിൻ്റെ സ്കെയിൽ അതായിരുന്നു മക്കളെ ഇപ്പം ഞാൻ പറഞ്ഞ പാട്ടിൻ്റെ ഡി മൈനർ. സ്വത്രം. അതിനെ എ മൈനറാക്കി ഒന്ന് വായിച്ച മോനെ. യേശുരാജൻ വന്നിടാറായി. പാടാൻ പറ്റത്തില്ല. സ്വത്രം. യേശുരാജൻ വന്നിടാറായി, കാഹളം വനമേഘ കെട്ടിടാറായി. ഇന്നീ ഭൂവിൽ കാൺപതെല്ലാം മാഞ്ഞു പോകുമേ. യേശുരാജൻ വന്നിടാറായി, കാഹളം വനമേഘ കെട്ടിടാറായി. വിശുദ്ധ പറന്നുയരാൻ കാലമാ, വിശുദ്ധ പറന്നുയരാൻ കാലമായി. വിശുദ്ധിയോടെ നീ ഒരുങ്ങി നിന്നിടുമോ, കാന്തനോട് കൂടെ പറന്നുയരാൻ. അടുത്ത ബീജിയം വായിച്ചു. ഈ പറഞ്ഞതുപോലെ മാറ്റി വായിച്ചപ്പോൾ എനിക്ക് പാടാൻ പറ്റിയില്ല. ഞാൻ ആ പാട്ട് അവിടെ നിർത്തിയിട്ട്, അത്രയും 1000 ജനമൊന്നുമല്ല, ആ നെയ്യാറ്റിൻകര പട്ടണം മുഴുവനും വണ്ടിയെല്ലാം ബ്ലോക്കാണ്. ആ കുന്നുംപുറത്തിൻ്റെ വ്യാപ്തി എത്രയുണ്ട് നിങ്ങൾക്കറിയാം, ആ ബസ് സ്റ്റാൻഡ് ഏരിയ എത്രയുണ്ട് നിങ്ങൾക്കറിയാം. അത്ര ജനം നോക്കി നിൽക്കെ പകുതിക്ക് വെച്ച് പാട്ട് നിർത്തി, കണ്ണുനീരോടെ പുറകെ മാറിയിരുന്നു, വാവിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി ഞാൻ ഈ സ്റ്റേജിൽ പാടത്തില്ല. സ്വത്രം. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ അവനോട് പറഞ്ഞ്, നീ അവനെ കണ്ടോണ്ടാണോ നീ പാടാനിറങ്ങിയത്? അവർ നിനക്ക് നല്ല സ്റ്റേജ് തരും, അവർ നിന്നെ പിടിച്ച് സ്വീകരിച്ച് 10 മെത്തയിൽ ഇരുത്തും എന്ന്
നീ സ്വപ്നം കണ്ടിട്ടാണോ ഇറങ്ങിയത്? അല്ല കർത്താവേ, മോനെ നിന്നെ കൊണ്ട് ഒക്കുന്ന നിലവാരത്തിൽ ലോകം കേൾക്ക സ്വർഗം കേൾക്ക പാടറാ മക്കളെ എന്ന് പറഞ്ഞു. സ്വത്രം. പിന്നീട് ഒരുപാട് പാട്ട് എഴുതി. സ്വത്രം. 380 പാട്ട്. സ്വത്രം. സ്വത്രം. മരിച്ചുപോയ ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെ സംഗീതത്തിന് ശ്രുതി രാഗവും താളവും ഭാവവും എന്തെന്നറിയാത്ത എന്നെ കൊണ്ട് പറഞ്ഞു കൊടുത്ത് പാടിപ്പിച്ച് ഇവിടുത്തോളം കൊണ്ടുവന്ന് ഇവിടെ പാടി മിക്ക പാട്ടും എൻ്റെ ജീവിതത്തിന് അനുഭവങ്ങളിൽ നിന്നാണ് പാടിയത്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾ കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ കഷ്ടം സഹിച്ചുകൊണ്ട് നിന്നതിൻ്റെ പ്രതിഫലമാ സഹോദരങ്ങളെ ഈ കാണുന്നതെല്ലാം. സ്വത്രം. ഒന്നിനും യോഗ്യതയില്ലാത്ത എന്നെ ഞാനാക്കി മാറ്റിയത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനല്ല. സ്വത്രം. സർവശക്തനായ ദൈവമാ. അങ്ങനെയാണെങ്കിൽ ഒന്നുമല്ലാത്ത നിന്നെ നീയാക്കി മാറ്റുവാൻ സ്വർഗ്ഗലോകം വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരുടെ കൂട്ടത്തിൽ നീ ആയിത്തീരാതെ സ്വീകരിക്കുന്നവളായി ഇന്ന് രാത്രികാലം നീ അവനോട് കൂടെ ചേർന്ന് നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നീ തോറ്റു പോകത്തില്ല. ആര് നിന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നീ തോൽക്കുവാൻ എൻ്റെ യേശു കർത്താവ് സമ്മതിക്കത്തില്ല. സിനിമാ പാട്ട് പാടി നടന്ന എന്നെ യേശുവിൻ്റെ പാട്ടുകാരനാക്കിയപ്പോ സ്വത്രം ആദ്യമായിട്ട് ഞാൻ പാടിയത് സ്വത്രം പത്തനാപുരം സംയുക്ത കൺവെൻഷനില. സ്വത്രം. എല്ലാ സഹോദരങ്ങളും ഇങ്ങനെ ഗ്രൗണ്ട് നിറച്ചിരിക്കുക. എനിക്ക് ആകെപ്പാട് അന്നറിയാവുന്ന 2 പാട്ടുണ്ട്. സ്വത്രം. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൽ പുളകമായ സ്നേഹദായക ശ്രീ യേശുനായക. പിന്നൊരു പാട്ടറിയാം. ഇടയ കന്യകേ പോക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഞാൻ വിചാരിച്ചു എല്ലാവരും കൈയടിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കൂവ് വന്നു. പക്ഷെ ആരും കൂവിയില്ല, ആരും കൈയടിച്ചതുമില്ല. എല്ലാവരും കുനിഞ്ഞിരിക്കുന്നു. സ്വത്രം. നിങ്ങളാണെങ്കിൽ പറയും ഇനി ജീവനുള്ള കാലത്ത് എവരുടെ പാടാൻ വരത്തില്ലെന്ന്. സ്വത്രം. എന്നെ എല്ലാവരും കുട്ടെന്ന് പറഞ്ഞ് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതി. ഇപ്പം അവരാരും എൻ്റെ പാട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ ഇനി പാടത്തില്ല. നീ പോയടാ കുഞ്ഞേ. അവരെ തോപ്പിക്കാൻ നീ പാട്ട് നിർത്തിയ നിന്റെ ജീവിതം പോയി. സ്വത്രം. കർത്താവ് ഒരു കാര്യം തിരുവഴുത്തി പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാമോ? സ്വത്രം. പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. സ്വത്രം. നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, പക്ഷേ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്തിലാ? ദശാംശത്തിലും വഴിപാടിലും. സ്വത്രം. നമ്മൾ തോൽപ്പിക്കാറുണ്ടോ? ഇന്ന് രാത്രികാലവും സ്തോത്ര കാഴ്ച പാത്രത്തിനകത്ത് നമ്മളും കരനീട്ടിയവരല്ലേ? സ്വത്രം. ഒരു ഹല്ലേലൂയ പറയാമെങ്കിൽ ഒന്നും പറ. ഏറ്റവും ചെറിയ പൈസയല്ലേ ഈ സ്തോത്ര കാഴ്ച പാത്രത്തിനകത്ത് നീ കൊണ്ടിട്ടത്? ഇന്ന് പകലിൽ ഒരു കൂലിവേലക്കാരന് 1300 രൂപ ശമ്പളം കിട്ടും. സ്വത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന സാലറി എത്രയാണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ഗവൺമെൻറ് സർവീസ് ഇരുന്നൂടെ സ്റ്റാർട്ടിങ് ശമ്പളം കിട്ടി 28,000 രൂപയാ. അങ്ങനെ എത്ര രൂപ ദശാംശമായിട്ട് ദൈവസന്നിധി കൊണ്ട് നേടണം? സ്വത്രം. നമ്മൾ എത്ര രൂപ ഇതിനകത്തിട്ട്? ചില്ലറ പൈസയും കാണാൻ സാധ്യതയുണ്ട്. സ്വത്രം. കിലുങ്ങുന്ന പൈസ. സ്വത്രം. നീ തോപ്പിച്ചോ അതോ നീ ജയിച്ചോ? സ്വത്രം. ചിലരൊക്കെ പറയുന്നത് എങ്ങനെയാണ്? പാസ്റ്റർക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, ആ കാശിൻ്റെ നെഹളമായി കാണിക്കുന്നതൊക്കെ. സ്വത്രം. അല്ല കുഞ്ഞേ, നീ കൊടുത്തില്ലെങ്കിലും സ്വർഗം കൊടുക്കും. സ്വത്രം. നീ കണ്ടില്ലെങ്കിലും ഇവിടുത്തെ ദൈവദാസന്റെ കണ്ണുനീര് സ്വർഗം കാണും. സ്വത്രം. എന്നെ ഈ ദൈവദാസൻ ഈ പ്രോഗ്രാം വിളിച്ചപ്പം ഞാനും എൻ്റെ മോനും കൂടെ ഇവിടെ വന്നത്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞ്, ദൈവദാസനെ നിങ്ങൾക്കെന്തു വേണം? ഞാനിങ്ങനെ പറഞ്ഞ്, അച്ചായ
ഒരു 15,000 രൂപ തരാൻ പറ്റുമോ? സ്വത്രം പറ്റുമോ? സ്വത്രം. നല്ല മനസാക്ഷി മനസ്സുമുള്ള അച്ചായൻ പറഞ്ഞ് കേൾക്കണോ, പാസ്റ്റർ ഞാൻ 20,000 രൂപ തരുമെന്ന്. അതാ കുഞ്ഞെ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും. സ്വത്രം. ആ ദേവദാസൻ അറിയാം, ഞാൻ കൊടുക്കുന്നത് അവൻ്റെ അധ്വാന ഫലമല്ല, ദൈവം എനിക്ക് തന്ന നന്മയിൽ നിന്നാ. അങ്ങനെയാണെങ്കിൽ അതെനിക്ക് കുറഞ്ഞു പോകത്തില്ലെന്നുള്ള വിശ്വാസമാണ് ആ ദൈവദാസൻ്റെ നാവിലൂടെ പുറത്തു വന്ന ആ വാക്ക്. നമ്മളാണെങ്കിലോ ഞവടും, സ്വർഗവും നിനക്ക് വേണ്ടി ഞവടും. സ്വത്രം. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന കുറച്ചാൽ സ്വർഗം നിനക്ക് തരുന്ന കുറയ്ക്കും. വീണ് കിടക്കുന്ന യേശുവിനെ സ്വത്രം ചാട്ടവാറ് കൊണ്ട് മാറി മാറി അടിക്കുമ്പം സ്വത്രം. ശീമോൻ വന്നിട്ട് ആ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ആ ഭടന്മാരെ കൈക്ക് കയറി പിടിച്ചു. അങ്ങനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ പാസ്റ്ററെ. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? സ്വത്രം. യഹൂദൻ്റെ നിയമമനുസരിച്ച് വീണ് കിടക്കുന്നവനെ തൊടാൻ പാടില്ല. സ്വത്രം. ആശ്രയമറ്റവനെ ഉപദ്രവിക്കാൻ പാടില്ല. സ്വത്രം. ബലഹീനനെ തകർക്കാൻ കൂട്ടു നിൽക്കരുത്. യഹൂദൻ്റെ നിയമമാ. അവൻ യഹൂദൻ്റെ നിയമം പറഞ്ഞല്ല. വീണ് കിടക്കുന്നവൻ്റെ വേദന കണ്ടിട്ട് തൻ്റെ ഹൃദയത്തിനകത്ത് വേദന വന്നപ്പം ഓടിച്ചെന്ന് താങ്ങിയെടുത്ത് കുരിശ് തൻ്റെ തോളിലേക്കൊന്ന് കെട്ടിട്ട് തൊട്ടുപോകരുതെന്ന് പറഞ്ഞ്, അങ്ങനെയെങ്കിൽ നീ ചുമക്കടാ. സ്വത്രം. സ്വത്രം. സഹിപ്പാനും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നിനക്ക് കഴിയുമെങ്കിൽ കുഞ്ഞ് നീ എങ്ങും തോറ്റുപോകത്തില്ല കേട്ടോ. ഒരു പക്ഷേ ഇപ്പം നീ തോറ്റന്നിരിക്കും, ഇപ്പം നിൻ്റെ തല കുനിച്ചെന്നിരിക്കും. പക്ഷെ നിൻ്റെ തല ഉയരുമ്പോൾ നിൻ്റെ തല കുനിപ്പിച്ചവൻ തലയിൽ മുണ്ടിട്ടോണ്ട് നിൻ്റെ മുമ്പ് ഇത് പോകാൻ ഇടവരുന്നു. നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും. നോക്ക്, ദൈവത്തിൻ്റെ വചനം പറയാണ്. സ്വത്രം. ദാവീദ് ഇങ്ങനെ തൻ്റെ ചേട്ടന്മാരോട് പറയും, ഞാൻ ഒരു വാക്കല്ല പറയും, വെയിറ്റ്. ഈ ഫെലിസ്ത്യനെ ഞാൻ തകർക്കാം. എന്തിനാ ചേട്ടന്മാരെ പേടിക്കുന്നത്? സ്വത്രം. രാജാവ് എന്തോ പറഞ്ഞ്, അവൻ ബാല്യം മുതലേ യോദ്ധാവാ. സ്വത്രം. എടാ കുഞ്ഞു ചെറുക്കാ, മോനെ, നിനക്കവനോട് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. എങ്കിലും നീ പറയുന്ന വാക്ക് കേട്ടത് എനിക്കൊരു ചെറിയ വിശ്വാസം. ഞാൻ എൻ്റെ പടച്ചട്ടയും എൻ്റെ കുന്തവും എൻ്റെ വാളും ഒക്കെ നിനക്ക് തരാം. പെട്ടെന്ന് ദാവീദിൻ്റെ ചിന്ത മാനുഷികമായി ഒന്ന് പോയി. സ്വത്രം. പറഞ്ഞതല്ലേ, പടച്ചട്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ നേരെ യുദ്ധം ചെയ്യുമ്പം വാള് വന്നാലും കുന്തം വന്നാലും സ്വത്രം ഞാൻ രക്ഷപ്പെടും. സ്വത്രം. ഈ പാവപ്പെട്ടവൻ ഈ എത്തിപ്പിടിക്കാൻ കഴിയാത്ത വലിയ ലോഹ പോലുള്ള ശൗലിൻ്റെ വസ്ത്രം എടുത്തങ്ങിട്ട് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവഹിതമെന്നു തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നീ തയ്യാറാകുമെങ്കിൽ നിനക്ക് യോജിക്കാത്തതൊന്നും സ്വർഗത്തിലെ ദൈവം നിനക്ക് തരത്തില്ല. നിന്നെ കൊണ്ട് കഴിയാത്തതൊന്നും ദൈവം നിനക്ക് തരത്തില്ല. നിനക്ക് പോകാൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്നെ ദൈവം കൊണ്ടുപോകും. നിനക്ക് കിട്ടത്തില്ലെന്ന് പറയുന്ന നന്മ ആരൊക്കെ തടഞ്ഞു വെച്ചാലും സ്വർഗം ആ തടസ്സങ്ങളെല്ലാം മാറ്റി നിനക്ക് തരും. നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പറയുന്നത് കേട്ട് അനുസരിച്ച് അവൻ്റെ വചനപ്രകാരം യാത്ര ചെയ്യണം. അങ്ങനെങ്കിൽ ഒരനർത്ഥവും വന്ന് നീയോ നിൻ്റെ തലമുറയോ നിൻ്റെ കൂട്ടാളിയോ ദേശത്ത് പരസ്യക്കോലമാകത്തില്ല. നീ ഒരു കടരോഗിയായി മാറത്തില്ല. നീ ചുമച്ച് നിൻ്റെ ജീവിതകാലം കഴിച്ചുകൂട്ടി വരത്തില്ല. കടക്കയിൽ കിടന്ന് നിരാശപ്പെട്ട് വിലപിക്കേണ്ടി വരത്തില്ല. നിൻ്റെ ആയുഷ്കാലമൊക്കെ യെരൂശലേമിൻ്റെ നന്മ കാണുമെന്ന് സ്വർഗം പറഞ്ഞെങ്കിൽ സ്തോത്രം. തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദേശത്ത് മഹിമ കണ്ട സാക്ഷിയായി നീ നിൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കണം. സ്വർഗം നിൻ്റെ കൂടെ നിൽക്കും. സ്വത്രം. അവനാരെയും തള്ളിക്കളയത്തില്ല, അവനാരെ ഉപേക്ഷിക്കത്തുമില്ല. സ്വത്രം. നോക്ക്, ഭടന്മാർ കിങ്കരന്മാർ ആ ചാട്ടവാറ് നോക്ക് ആ ശീമോന്റെ നേരെ വീശിയിട്ട് അങ്ങനെങ്കിൽ നീ എടുക്കടാ. സ്വത്രം. ആ ഭാരമേറിയ കുരിശ് തൻ്റെ ചുമലിലൊന്ന് പൊക്കിയെടുക്കുമ്പോൾ ഒരു കരത്തിൽ യേശുവിനെ ഒന്ന് പിടിച്ചു. സ്വത്രം. ആ കുരിശിനകത്ത് മുഴുവനും പറ്റിയിരുന്ന ചോരക്കണങ്ങൾ സ്വത്രം ആ ശീമോൻ്റെ വസ്ത്രത്തിലും അവൻ്റെ ശരീരത്തിലും പുരണ്ടു.
യഹൂദൻ്റെ നിയമമനുസരിച്ച് ശീമോൻ ആ രാജ്യത്ത് കാല് ചവിട്ടിയാൽ അവൻ നിഷിദ്ധമായവനാ, അവൻ ജാതികൾപ്പെട്ടവനാ. അവൻ ഇവിടെ വന്നെങ്കിൽ തങ്ങളുടെ നാട് പോലും അശുദ്ധമാകുമെന്ന് വിശ്വസിക്കുന്ന യഹൂദൻ സ്വത്രം ഈ കുരിശു ചുമക്കാൻ തയ്യാറാകാതെ വന്നപ്പം നോക്ക്, കുറേനക്കാരനെ ശീമോനെ കൊണ്ട് കുരിശെടുപ്പിച്ചു. അവൻ കുരിശുമായി ഗോൽഗോഥാവിൻ്റെ കൊടുമുടിയിൽ ചെല്ലുമ്പോൾ സ്വത്രം ഇനി ഇവനെ ഇവിടെ നിർത്തിയിരുന്നാൽ ഞങ്ങൾക്ക് അവനെ ക്രൂശിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് ചാട്ടവാറെടുത്ത് അവനെ അടിച്ചോടിച്ചു. അടിയുടെ വേദന ഓർത്തിട്ട് അവൻ കണ്ടം വഴി ഓടി നേരെ ചെന്നത് വീട്ടിലോട്ടാ. സ്വത്രം ചെന്ന് കയറുന്ന അപ്പനെ കണ്ടപ്പോൾ തൻ്റെ മക്കളും ഭാര്യയും നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, എൻ്റെ അച്ചായൻ എന്ത് സംഭവിച്ചു? അച്ചായ, എന്ത് നിങ്ങളുടെ കയ്യിൽ ചോര? ആരെങ്കിലും നിങ്ങളെ വഴിയിൽ തടഞ്ഞോ? ആരെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ കൊങ്ങയ്ക്ക് കുത്താമെന്നോ? നിങ്ങൾ അവരെ കുത്തിയോ വെട്ടിയോ വല്ലതും ചെയ്തോ? അച്ചായ എന്ത് ചെയ്തു? ഞങ്ങൾക്കറിയുന്നില്ല, ഞങ്ങൾക്ക് ഭയമാകുന്നു. ഭയന്നു വിറച്ച് തൻ്റെ ഭാര്യയും മക്കളും ശീമോൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ശീമോൻ ഇങ്ങനെ പറഞ്ഞു, എടോ, ഞാൻ ആരെയും കൊന്നില്ല. ഞാൻ ആ വയലിൽ നിന്ന് വരുമ്പോൾ ഒരു പാപം മനുഷ്യനെ എല്ലാവരും കൂടെ ചേർന്ന് ചാട്ടവാറ് കൊണ്ട് അടിച്ച് ദേഹം മൊത്തം ഉഴവ് ചാരുപോലെ കീറി അർത്ഥപ്രാണനായി വിവസ്ത്രനായി ഒരു വലിയ ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് വീണ് കിടക്കുന്നതാ കണ്ടത്. അവനെ മാറി മാറി അടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ലടോ. ഞാൻ പോയ കുരിശെടുത്തു, അവൻ്റെ രക്തമാ എൻ്റെ മേളിൽ കണ്ടത്. കെട്ടിപ്പിടിച്ച് ചങ്കുപൊട്ടി ഭയന്നു വിറച്ച് സ്വത്രം അപ്പനും മക്കളും ഭാര്യയും ചേർന്ന് കരഞ്ഞിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ അനീതി ഞങ്ങളുടെ മേൽ കണക്കിടല്ലേ. അവർ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം അത് നീതിയായി കണക്കിട്ടു. ഹേ ഇന്ത്യ മഹാസമുദ്രമേ, നീ ഒരു വലിയ പടസൈന്യമായിരുന്നെങ്കിൽ നിന്നെയും യുദ്ധം ചെയ്ത് ഞാൻ എൻ്റെ കീഴാക്കുമായിരുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്ന അലക്സാണ്ടർ ചക്രവർത്തി ആരുടെ കൊച്ചുമോനാന്ന് അറിയണ്ടേ? യേശുവിൻ്റെ കുരിശു ചുമന്ന ശീമോൻ്റെ കൊച്ചുമോനാ. അവൻ്റെ കൂടപ്പറപ്പാണ് റൂഫസ്. ബൈബിൾ വായിച്ചാൽ കാണാം, ചരിത്ര പുസ്തകം വായിച്ചാൽ കാണാം. യേശുവിൻ്റെ കുരിശു ചുമന്നവരാരും ലോകത്തിൽ ഉയർത്തപ്പെടാതെ ഇരുന്നിട്ടില്ല. യേശുവിൻ്റെ നാമത്തിൽ നിന്ന അനുഭവിച്ചവർ, പരിഹാസമേറ്റവർ ആരും ഭൂമിയിൽ തകർന്നു പോയിട്ടില്ല. ഈ കറുത്ത പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിഹാസമേറ്റെടുത്തുകൊണ്ട് യേശു നല്ലവനെന്ന് പാടിയവൻ്റെ തലമുറയും അവനും ഭൂമിയിൽ തോറ്റുപോയ ചരിത്രമില്ല. അവനൊരു നല്ല അടക്കം കിട്ടാതിരുന്നിട്ടില്ല. അവൻ ചെറ്റപ്പുരയിൽ കിടന്ന് മരിച്ചിട്ടില്ല. അവൻ പട്ടണത്തിൽ വഴിയിൽ വീണ് ചത്തിട്ടില്ല. അവൻ എല്ലാം സ്വർഗം ശ്രേഷ്ഠകരമായി കൊടുത്തു. അങ്ങനെയെങ്കിൽ കുഞ്ഞ് നിന്റെ തകർച്ച ഉയർച്ചയാക്കി മാറ്റുന്ന യേശു ഇന്ന് രാത്രി കാലം പറയാ, നീ ലോകത്തുള്ള സകലനെ വിട്ടുതിരിഞ്ഞിട്ട് എൻ്റെ വചനപ്രകാരം എന്നെ അനുഗമിപ്പാൻ നീ തയ്യാറാണെങ്കിൽ നീ ഉയർച്ച പ്രാപിക്കും. ആര് നിന്നെ ഉയർത്തത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ ഉയർത്തും. സ്വത്രം. ഇനി ഇത്രയും വലിയ ജ്ഞാനമുള്ള, എൻ്റെ മുൻപ് സമയം തീർന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. സ്വത്രം. ഇത്രയും വലിയ ജ്ഞാനമുള്ള സ്വത്രം അലക്സാണ്ടർ ചക്രവർത്തി 37-ാമത്തെ വയസ്സിൽ മരിച്ചു. 37-ാമത്തെ വയസ്സിൽ സ്വത്രം മരിച്ചു. മരിച്ച സമയത്ത് ആബാലവൃദ്ധ ജനവും സ്വത്രം അലക്സാണ്ടർ ചക്രവർത്തിയുടെ ശവം കാണാൻ വന്നു. എന്നാൽ താൻ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, തന്നെ ശുശ്രൂഷിച്ച വൈദ്യന്മാരെ വിളിച്ചിട്ട്, അല്ലയോ ശ്രേഷ്ഠ വൈദ്യന്മാരെ, നിങ്ങൾ എന്നെ ചികിത്സിച്ച ചികിത്സകളൊന്നും ഫലിക്കാതെ പോയതുകൊണ്ട് ഞാൻ മരിച്ചു പോകും. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടത് നിങ്ങളാവണം. സ്വത്രം. രാജാവിൻ്റെ കൽപ്പനയല്ലേ, പ്രസിഡൻറ്റിൻ്റെ കൽപ്പനയല്ലേ, അനുസരിച്ചേ പറ്റൂ. സ്വത്രം. എന്നിട്ട് സ്വത്രം തൻ്റെ ഭണ്ഡാരഗ്രഹ വിചാരകന്മാരെ എന്ന് പറഞ്ഞാൽ സമ്പത്ത് സൂക്ഷിക്കുന്നവരെ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു, എൻ്റെ ശവമഞ്ചം വൈദ്യന്മാർ ചുമക്കുമ്പോൾ അവർക്ക് മുൻപിൽ ഞാനുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ വാരി വിതരണം. എൻ്റെ പേഴ്സിനകത്തിരിക്കുന്ന, എൻ്റെ കലവറയ്ക്കകത്തിരിക്കുന്ന, എൻ്റെ നിലവറയ്ക്കകത്തിരിക്കുന്ന എല്ലാം വാരി വിതരണം. അതിൻ്റെ മേളിൽ കൂടെ വേണം ഈ വൈദ്യന്മാർ സ്വത്രം എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകാൻ. എന്നിട്ട് തൻ്റെ ഭാര്യയെയും തൻ്റെ മക്കളെയും തൻ്റെ കൂട്ടപ്പറപ്പുകളെയും തൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനക്കാരെയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്വത്രം
സ്വത്രം. എന്നെ ചുമന്നു കൊണ്ടുപോകാൻ കൊണ്ടുവരുന്ന പെട്ടിയുണ്ടല്ലോ, ശവപ്പെട്ടി. സ്വത്രം. ആരും പേടിക്കല്ലേ. സ്വത്രം. നിന്നെ ശവപ്പെട്ടിയല്ല കൊണ്ടുപോകുന്നത്, സ്വർഗത്തിലെ ദൂതന്മാരാ. സ്വത്രം. ശവപ്പെട്ടിക്കകത്ത് നീ പോകത്തില്ല. സ്വർഗത്തിലെ ദൂതന്റെ സന്നിധി, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൂതന്മാർ നിന്നെ കൊണ്ടുപോകും. വിശ്വാസം കൊണ്ട് ഹല്ലേലൂയ പറ. സ്വത്രം. നീ ശവപ്പെട്ടിക്കാരനായിരിക്കുന്നെങ്കിൽ കുഞ്ഞെ, നീ എന്നെ ശവപ്പെട്ടിക്കകത്ത് കയറുമായിരുന്നു. കോവിഡ് വന്നപ്പോൾ നീ ശവപ്പെട്ടിക്കകത്ത് ആകുമായിരുന്നു. പക്ഷേ ആകാതെ ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇരിക്കുന്നെങ്കിൽ ദൈവം നിന്നോട് കാണിച്ച ദയയാ. നീ കേട്ടതും നീ വായിച്ചതും നീ അറിഞ്ഞതുമായ സത്യം നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ തലമുടെ മുൻപ് വെളിപ്പെട്ട് കാണും വരെയും, നീ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ആൾ വരെയും ഒരനർത്ഥം വന്നാലും അത് തന്നെ വിഴുങ്ങിക്കളയാൻ സ്വർഗം അനുവദിക്കത്തില്ല. അവൻ തന്റെ ദൂതഗണത്തെ കൊണ്ട് നിന്നെ കാവൽ നിർത്തിയോട്ട് തിരിച്ചറിയാൻ ശ്രമിക്കുക. അലക്സാണ്ടർ ചക്രവർത്തിനെ ശവമെടുത്തുകൊണ്ട് പോയപ്പോൾ ലോകമൊന്ന് തിരിച്ചറിഞ്ഞു. നമ്മൾ വല്ലതും തിരിച്ചറിഞ്ഞോ? അറിഞ്ഞാൽ നമ്മൾ ആരോടും പറയുവോ? സ്വത്രം. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. സ്വത്രം. മടങ്ങി വരട്ടെ. ഗോൽഗോത്താവിൻ്റെ കൊടുമുടിയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ 3 കാരിരുമ്പാണികളാൽ യേശു തൂക്കപ്പെട്ടു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറഞ്ഞു, പിതാവേ, സകലതും നിവർത്തിയായി. എന്ത് നിവർത്തിയായി? സ്വത്രം. എന്താ നിവർത്തിയായി? സ്വത്രം. അറിയാമോ? നിന്റെയും എൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായി എന്ന്. സ്വത്രം. നീയും ഞാനും അനുഭവിക്കേണ്ടുന്ന, നീയും ഞാനും കുടിക്കുന്ന കണ്ണുനീരിൻ്റെ, സ്വത്രം, നീയും ഞാനും വഹിക്കേണ്ടുന്ന രോഗത്തിൻ്റെ ശമനത്തിന് നിവർത്തിയായെന്ന കർത്താവ് പറഞ്ഞത്. ഇനി നീ രോഗം വഹിച്ച് നടക്കാനുള്ളവനല്ല, കടഭാരം ചുമന്നുകൊണ്ട് നടക്കാനുള്ളവളല്ല. സ്വത്രം. നിന്നെ അനുഭവിച്ചുകൊണ്ട് നടക്കാൻ വിധിക്കപ്പെട്ടവനും വിധിക്കപ്പെട്ടവളും അല്ല. പക്ഷേ ഇന്ന് രാത്രികാലം നമ്മൾ പറയുന്നില്ലേ, സ്വത്രം, ഞാൻ അനുഭവിക്കുന്ന വേദന പാസ്റ്റർക്ക് അറിയത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന അവസ്ഥ പാസ്റ്റർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കുഞ്ഞെ, എനിക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ എൻ്റെ സർവശക്തനറിയാം. പലപ്പോഴും നീ ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ലേ? നാട് വിട്ടു പോകണോ തീരുമാനിച്ചിട്ടില്ലേ? നിന്റെ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ട് സ്വയം പോയി ആത്മഹത്യ ചെയ്യാമെന്ന് നീ ചിന്തിച്ചിട്ടില്ലേ? കടം വന്നപ്പോൾ, രോഗം വന്നപ്പോൾ, പ്രതിസന്ധി വന്നപ്പോൾ, കൂട്ടാളി കുറ്റം പറഞ്ഞപ്പോൾ, നാട്ടുകാർ പരിഹസിച്ചപ്പോൾ എന്തുകൊണ്ടാണെന്നറിയാമോ നീ ആത്മഹത്യ ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ നീ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടാഞ്ഞത്? സർവശക്തനായ ദൈവത്തിന്റെ കൃപയാ. ആ കൃപ നിന്റെ മേലുള്ളിടത്തോളം കാലം നീ ജയിക്കും. നീ പുറത്തു വരത്തില്ല. നിന്റെ സന്തതി ജയിക്കും. അവൻ നശിച്ചു പോകത്തില്ല. നിന്റെ കൂട്ടാളി തകർന്നു പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. സ്വർഗം പറഞ്ഞു, സ്വത്രം, ഇവന്റെ മരണം എനിക്ക് കാണണ്ട എന്ന്. സ്വത്രം. ഈ രാത്രിയിൽ കല്ലറയിൽ അടക്കപ്പെട്ട യേശു, സ്വത്രം, ഇനി ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞ് വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അതിന് കാവൽ നിന്നവർ. സ്വത്രം. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തക്കാരോ എന്നെ കൈക്കൊണ്ടില്ല, അതുകൊണ്ട് ജാതികളായി നിങ്ങൾക്ക് ഈ രക്ഷ ഞാൻ തരുന്നു. സ്വത്രം. ഈ രാത്രിക്കാലം യഹൂദനല്ലാത്ത നിനക്കും എനിക്കും സർവശക്തനായ ദൈവത്തിൻ്റെ രക്ഷ ലഭിച്ചെങ്കിൽ കുഞ്ഞുങ്ങളെ കരമുയർത്തി ഹൃദയം തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കും. നന്ദി കർത്താവ് എന്ന് പറ. ഒരു യോഗ്യതയുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് കണ്ണുനീര് മാത്രം ബാക്കി നിന്ന എന്നെ നിന്റെ മകനും മകളുമാക്കി തീർത്ത ദൈവമേ, നിനക്ക് നന്ദി എന്ന് പറ. ഈ രാത്രികാലം നിന്നെ കാണുന്ന സ്വർഗത്തിലെയോ നിന്റെ കഷ്ടതയ്ക്ക് മറുപടി തരും. തൻ്റെ പുത്രൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് സ്വർഗം കണ്ണടച്ചെങ്കിൽ ആ അടച്ച കണ്ണ് സ്വർഗമൊന്ന് തുറന്നു. ആർക്കു വേണ്ടിയാണെന്നറിയാമോ? നിനക്കും എനിക്കും വേണ്ടി. സ്വത്രം. നിർത്തട്ടെ, സമയം കഴിഞ്ഞതുകൊണ്ട്. സ്വത്രം. നിനക്കും എനിക്കും വേണ്ടി സ്വർഗമൊന്ന് തുറന്നു. ആ സ്വർഗം തുറന്ന് സ്വത്രം തൻ്റെ പുത്രനെ സ്വർഗം സ്വീകരിച്ചെങ്കിൽ അവൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട സ്വത്രം നിന്നെ എൻ്റെ കർത്താവ് തള്ളിക്കളയത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സ്വത്രം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല പിതാവിൻ്റെ ഇഷ്ടം
ഇഷ്ടം ചെയ്യുന്നവൻ, പുത്രനിലൂടെ മഹത്വമേറ്റെടുക്കുന്നവൻ. അങ്ങനെയാണെങ്കിൽ പുത്രൻ നിന്നെ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ ഒരു കാര്യം പറഞ്ഞു. സ്തോത്രം. എന്നിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ഈ നദി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ചത്തു പോകാണ്ട നിന്നെ ജീവജലം നൽകി ജീവിപ്പിച്ചെങ്കിൽ നീ അടങ്ങിയിരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദേശത്തിന് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നീയും നിന്റെ സന്തതികളും അവകാശമാക്കി മാറ്റുവാൻ സ്വർഗം നിന്നോട് കൂടെ ഇരിക്കണമെന്ന് എൻ്റെ യേശു കർത്താവ് പറഞ്ഞു. വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കണി കാണുകയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് അനുസരിച്ച് അവനെ രക്ഷിതാവും കർത്താവെ സ്വീകരിച്ച് നീ അവന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ സ്വത്രം നീ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവും. സ്വത്രം. പോരാ പോരാ പോരാ. കഷ്ടമില്ലാത്ത കണ്ണുനീരില്ലാത്ത കർത്താവിൻ്റെ സന്നിധിയിൽ നീ ചെന്നു ചേരും. സ്വത്രം. കർത്താവ് മധ്യാകാശത്തിൽ വരുവാൻ കാലമായി. നിന്റെ പ്രവർത്തിക്കത്തക്ക പ്രതിഫലം തരുവാൻ സ്വത്രം സമയമായി. സ്വത്രം. ആ കർത്താവിൻ്റെ കരത്തിൽ സ്വത്രം നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? നമുക്കൊരു വാക്യം വായിച്ച് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 4-5 വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സ്വത്രം. നീ സഹിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്, സ്നേഹിക്കുന്നവനാണെന്ന് മറ്റുള്ളവർ പറയട്ടെ. സ്വത്രം. അങ്ങനെയാണെങ്കിൽ സ്വത്രം ഈ രാത്രിയിൽ നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം പരീശന്മാരിൽ കവിയുന്നതാകണം, ന്യായശാസ്ത്രിമാരിൽ കവിയുന്നതാകണം. അങ്ങനെയാണെങ്കിൽ വചനം പറയുന്ന പ്രകാരം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ ദൈവമക്കളായി തീർന്നാൽ ഈ ലോകത്തിൻ്റെ അവകാശിയല്ല, സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അങ്ങനെ നീ ദേശത്ത് ഓടിയിട്ട് നീ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതിഫലം വാങ്ങാൻ ചെന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ. സ്വത്രം. ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കാൻ ഒരുങ്ങിക്കൊള്ളണം. എവിടെയാണെന്ന് മേളിലല്ല കേട്ടോ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിൾ പഠിച്ചാൽ ഈ താഴെ തന്നെ കിട്ടും. നീ ശരീരത്തിൽ ഇരിക്കുന്നത് ചെയ്തത് സ്വത്രം മേളിൽ കിട്ടി ആരറിയാനാ? സ്വത്രം. മനസ്സിലായില്ലല്ലോ. സ്വത്രം. ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ബൈബിള് പറഞ്ഞിട്ടുണ്ട്. സ്വത്രം. ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കണം. മേളിലല്ല, ഇവിടെ കിട്ടും. നിന്റെ കൂടപ്പുറപ്പനെ നിസ്സാര എന്ന് പറഞ്ഞാൽ പോലും കൊലപാതകി എന്ന വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും നിനക്ക് ഇവിടെ കിട്ടും. ഇനി നീ മേളിൽ എന്തിനാ ചെല്ലുന്നതെന്നറിയാമോ? നീ കർത്താവിന് വേണ്ടി നിന്നതിൻ്റെ പ്രതിഫലം വാങ്ങാനാ. അന്ന് നീ കള്ളം പറഞ്ഞാലുണ്ടല്ലോ, അന്ന് നിനക്ക് വേണ്ടി വാദിക്കാൻ 3 സാക്ഷികൾ അവിടെ ഉണ്ടാകും. ഒന്ന് ന്യായം വിധിക്കുന്ന യഹോവയായ ദൈവം, ഒന്ന് നിനക്ക് വേണ്ടി വാദിക്കുന്ന ക്രിസ്തു, നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന പിശാച്. സ്വത്രം. ഇവർ 3 കൂടെ നീ യേശു കർത്താവ് പറയും സ്വത്രം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പിശാച് പറയും ഇല്ല 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 ഇല്ല, പോൾ ഇന്ന കുഴപ്പങ്ങൾ ചെയ്ത് ഞാൻ കണ്ടതാ, ഞാൻ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. അവനെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, അവരെ വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ഇവൻ എവിടുത്തെ നീതിമാനാന്ന് പിശാച് ചോദിക്കുമ്പം കർത്താവ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പം സ്തോത്രം ജലം വരും. സ്തോത്രം. ജലം വന്നിട്ട് പറയും, ഇവൻ്റെ പാപങ്ങളെ എൻ്റെ വിരുമാറിലാ കഴുകിയത്. സ്തോത്രം. അഗ്നി പറയും, മോക്ഷം, ഇവനെ തീ കൊണ്ട് ദഹിപ്പിച്ചവൻ ഞാനാ. സ്വത്രം. പരിശുദ്ധാത്മാവ് പറയും, ഞാൻ അവനെ വീണ്ടെടുത്തതാ. സ്വത്രം. സ്വത്രം. ഈ പ്രപഞ്ചം മുഴുവനും നിന്റെ നന്മയെ ഘോഷിക്കും. യേശു കർത്താവ് പിശാചിനോട് പറയും, ഇവനിതൊക്കെ ചെയ്യുമ്പോഴും
ഇവനിതൊക്കെ കാണിക്കുമ്പോഴും അവനെല്ലാം എന്നോട് പറയുമായിരുന്നു. അവൻ എൻ്റെ അറിവ് കൂടാതെ അവൻ ചെയ്തിട്ടില്ല. അവൻ്റെ ബലഹീനത അവൻ രാവിലെയും രാത്രിയിലും എന്നോട് ഏറ്റു പറയുമായിരുന്നു. അവൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അനുവദിച്ചെങ്കിൽ ഇനി അവൻ്റെ കഷ്ടതയില്ലാത്ത, കണ്ണുനില്ലാത്ത, സന്തോഷത്തെ നാളുകൾ എന്നോടുകൂടെ ആകേണ്ടതിന് പിശാചേ എൻ്റെ കുഞ്ഞിനെ വിട്ടേച്ച് പോ. ജഡ്ജി അവിടെ നിന്നുകൊണ്ട് പറയും, ഇവൻ്റെ പാപക്കറകളെ ഈ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകി അവൻ്റെ വേദനകളെ അകറ്റുവാൻ എൻ്റെ ആത്മാവ് അവൻ പ്രാപിച്ചു. എൻ്റെ മോൻ്റെ രക്തവും മാംസവും അവൻ ഭക്ഷിച്ച് എൻ്റെ മോൻ്റെ കൂടെ ചേർന്നു. അതുകൊണ്ട് അവൻ ഇനി നരകത്തിന് യോഗ്യനല്ല, സ്വർഗത്തിന് അവകാശിയാ. നല്ല കിരീടം പ്രാപിക്കാൻ, നല്ല ദാസനെ എന്ന് പേർവിളി കേൾക്കുവാൻ എത്ര പേര് രാത്രികാലം ഒരുങ്ങിക്കാത്തിരിക്കുന്നു. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. സ്വത്രം. ജീവൻ്റെ കിരീടം നിനക്കായി സ്വർഗം വച്ചിരിക്കുന്നു. സ്വത്രം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിന്റെ പുത്രിമാരും പ്രവചിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഈ രാത്രികാലം കുഞ്ഞ് നിന്റെ മേൽ പറന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടല്ലോ, പിശാചിന്റെ തലയെ തകർക്കുന്നതും ലോകത്തെ കീഴ്മേൽ മറിപ്പാൻ കഴിവുള്ളതാ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ കർത്താവ് തൻ്റെ പുത്രനെ നിനക്ക് വേണ്ടി ഭൂതലത്തേക്ക് വീണ്ടും കൊണ്ടുവരും ദിവസമുണ്ട്. അന്നാളിൽ കൈവിടപ്പെട്ടു പോകാതെ ഇരിക്കണന് ഈ രാത്രികാലം നിന്റെ കുറവുകളെ, കുറ്റങ്ങളെ സ്വയം ഒന്ന് സമ്മതിക്ക്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നതിനെ പഴിചാരി നീ രക്ഷപ്പെടാൻ ശ്രമിക്കാതെ, ഞാനൊരു പാപിയാണെന്ന് സ്വയം സമ്മതിച്ചിട്ട് അപ്പനെ നോക്കാതെ, അമ്മയെ നോക്കാതെ, കൂടപ്പുറപ്പിനെ നോക്കാതെ, കൂട്ടാളിയെ നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി പറ, ഈ പാപത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് രക്ഷിപ്പാൻ അങ്ങയ്ക്ക് മനസ്സുണ്ടാകണമേ എന്ന് ആരിന്ന് രാത്രിക്കാലം പറയുമോ അവർക്ക് വേണ്ടി കർത്താവ് ഈ രാത്രിക്കാലം ഇവിടെ ഉണ്ട്. യേശു വരാൻ കാലമായി, യേശു വരാൻ കാലമായി. ആ വരുന്ന യേശുവിനെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിട്ടുണ്ടോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവീനായി തൻ വചനം പോറ്റി ഒരുങ്ങിയിടുന്നു. കരം പിടിച്ച് പാടാം. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവീനായി തൻ വചനം പോറ്റി ഒരുങ്ങിയിടുന്നുവോ, വരവീനായി തൻ വചനം പോറ്റി ഒരുങ്ങിയിടുന്നുവോ. ഇവിടെ കയറി വരവീനെന്ന ദൈവശബ്ദം കേൾ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിയിടുന്നുവോ. ഇവിടെ കയറി വരവീനെന്ന ദൈവശബ്ദം കേൾ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിയിടുന്നുവോ. യേശു വരുന്നേ, യേശു വരുന്നേ, വരവീനായി തൻ വചനം പോറ്റി ഒരുങ്ങിയിടുന്നുവോ, വരവീനായി തൻ വചനം പോറ്റി ഒരുങ്ങിയിടുന്നുവോ. ലോകവാഴ്ച യേശു രാജരാജനായി സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച വിശുദ്ധനായി. ലോകവാഴ്ച യേശു രാജരാജനായി യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവീനായി തൻ വചനം പോറ്റി ഒരുങ്ങിയിടുന്നുവോ, വരവീനായി തൻ വചനം പോറ്റി ഒരുങ്ങിയിടുന്നുവോ. ഇവിടെ കയറി വരുവീനെന്ന ദൈവശബ്ദം കേൾ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിയിടുന്നുവോ. ഇവിടെ കയറി വരുവീനെന്ന ദൈവശബ്ദം കേൾ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിയിടുന്നുവോ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവീനായി തൻ വചനം പോറ്റി ഒരുങ്ങിയിടുന്നുവോ, വരവീനായി തൻ വചനം പോറ്റി ഒരുങ്ങിയിടുന്നുവോ. തനിക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നവർ ചേർക്കുവാൻ യേശു വരുവാൻ കാലമായി. ആ കർത്താവിനെതിരേൽപ്പാൻ നമുക്കും ഒരുങ്ങാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.